സിയാജിന് 16 വയസ്സേ ഉള്ളൂ. എങ്കിലും ഇതിനു മുന്നേ 5-6 കേസുകൾ അവൻ്റെ മേലുണ്ട്. പക്ഷേ ഇത്തവണ കോടതിയിൽ അവൻ പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല. അവൻ്റെ സങ്കടത്തോടെയുള്ള ഏറ്റുപറയൽ കേട്ട് എല്ലാവരും അവൻ നിരപരാധിയാണെന്ന് കരുതി. കേസ് അവിടെ നിന്നു. ആ പെൺകുട്ടി നുണ പറയുന്നതാണോ, സിയാജിനാണോ കള്ളൻ? എന്നാൽ ജഡ്ജ് സിയാജിൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. കൂടാതെ അവർ ദിനരാത്രം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. സിയാജിനെതിരെ തെളിവുണ്ടാക്കലാണ് ജഡ്ജിയുടെ ലക്ഷ്യം. ജഡ്ജിയുടെ കൊളീഗ് ആ കുട്ടിക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം നൽകാനായി പറഞ്ഞു. ജഡ്ജി പറഞ്ഞു, കുട്ടികൾ മിക്കവരും കുട്ടികൾ തന്നെ, എന്നാൽ ചിലവർ ഈവിളാണ്. അവർക്ക് തക്കതായ ശിക്ഷ നൽകിയാലേ അവർ നന്നാവും. ജഡ്ജി പെൺകുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തെത്തി അവിടെ മകെ പരിശോധിച്ചു. പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. ജഡ്ജി പോകാനായി നിൽക്കുമ്പോൾ അവിടേക്കൊരു കാർ വന്നു. അവിടെയുള്ള കാർ റെക്കോർഡറിൽ അന്ന് നടന്നിട്ടുള്ള എൻറ്റയർ ക്രൈം റെക്കോർഡായിട്ടുണ്ട്. പിറ്റേന്ന് ഈ എവിഡൻസ് ജഡ്ജി കോടതിയിൽ പ്രസന്റ് ചെയ്തു. ക്രൈം നടന്ന ദിവസം സിയാജുൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. അവൻ കള്ളു കുടിച്ചതിനാലാണ് DNA റിപ്പോർട്ടിൽ വരാഞ്ഞത്. അങ്ങനെ അവൻ കുറ്റവാളിയെന്ന് തെളിഞ്ഞു. ഈ സിയാജുൻ ജഡ്ജിയുടെ കുട്ടിയെ കൊന്നവനിൽ ഒരുവനാണ്.